വെൽക്കം ബാക്ക് ടു എജു വാലറ്റ് +2 സുവോളജി ചാപ്റ്റർ 1 ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബോട്ടണിയിൽ ഫസ്റ്റ് 2 പാർട്ട് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ 2 പാർട്ട് മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. ഇത് സുവോളജി കുറേ പേര് കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് സുവോളജി എടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ആ ഒരു ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്താണ് അതിലൊരു സെക്ഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ റിക്വസ്റ്റ് അങ്ങനെ കമൻസിലൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഇതുപോലെ ഓരോ വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നത്. സുവോളജി ബോട്ടണൊക്കെ ബാക്കി ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ മാത്സ് നമ്മൾ റെഗുലറായിട്ട് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ പോകുന്നുണ്ട്. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി നമ്മൾ ഇതുപോലെ തന്നെ പോകും. അപ്പോൾ സുവോളജി ബോട്ടണി എനിക്ക് ഞാൻ ബയോളജി അല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് വലിയൊരു പിടുത്തമില്ല. എന്നാലും എനിക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളെ റിക്വസ്റ്റ് വരുമ്പോൾ നമുക്കിതുപോലെ ഓരോ പാർട്ടായിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുന്നത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ പറയാം, അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഇന്ന് പറയുന്നത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആണ്. അപ്പോൾ നമുക്കിതിലെ ഓരോരോ സെക്ഷനായിട്ട് നോക്കാം. ജസ്റ്റ് ഒരൊറ്റ പാർട്ട് നമ്മൾ ഇതിൽ പറയുന്നത് ഒരൊറ്റ സെക്ഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബോട്ടണിയിൽ ഫസ്റ്റ് 2 പാർട്ട് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ ഒക്കെ നമ്മൾ ഇതുവരെ എല്ലാ പാർട്ട് ഇട്ടതൊക്കെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കാൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒപ്പം നിങ്ങൾ പഠിച്ചു പോവാം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതാണ് നമുക്ക് തരുന്നൊരു സപ്പോർട്ട് എന്ന് പറയുമ്പോൾ. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. സോ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് ഇൻ ഹ്യൂമൻ. മനുഷ്യരിൽ എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്, അതിൻ്റെ പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ എന്തൊക്കെയാണ് ഓരോ സ്റ്റേജസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗെമറ്റോജെനസിസ് ആണ്. ഫസ്റ്റ് ഒരു ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഗെമറ്റോജെനസിസ് ആണെന്ന് പറയുന്ന ഒരു സ്റ്റെപ്പാണ് ആദ്യം നടക്കുക. എന്താണെന്ന് നമുക്ക് നോക്കാം. ദെൻ അത് കഴിഞ്ഞിട്ട് ഇൻസെമിനേഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് ഫെർട്ടിലൈസേഷൻ, ദെൻ ഇംപ്ലാന്റേഷൻ, എംബ്രയോജെനസിസ്, ദെൻ ജെസ്റ്റേഷൻ ആൻഡ് പാർട്ടുറേഷൻ. ഇതൊക്കെയാണ് മെയിനായിട്ട് നടക്കുന്നത്. ഇതൊക്കെ ഈ വാക്കുകളൊക്കെ ടഫാണെങ്കിലും ഇതൊക്കെ സാധാരണ നമുക്ക് പറയുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഓരോ കൺസെപ്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഓരോ ഇവൻറ്റുകൾ എന്താണെന്ന് നോക്കാം. സോ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബോട്ടണിയിൽ പഠിച്ചു 2 ടൈപ്പ് റീപ്രൊഡക്ഷൻ ഉണ്ട്, സെക്ഷൽ ആൻഡ് അസെക്ഷൽ. സോ ഹ്യൂമനിലെ മനുഷ്യന്മാരിലെ സെക്ഷൽ ആക്ടിവിറ്റിയാണ്, സെക്ഷൽ റീപ്രൊഡക്ഷനാണ് നടക്കുന്നത്. അതെങ്ങനെയാണ് മെയിനായിട്ട് ഫീമെയിൽസും മെയിൽസും അതിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ ഫീമെയിൽസിലെ ഓവറി എന്ന് പറയുന്ന ഒരു ഓർഗൻ, ആ ഓർഗനിൽ നിന്നാണ് എക്സ് എന്ന് പറഞ്ഞ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ എക്സ് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ മെയിലാണെങ്കിൽ ടെസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ഓർഗൻ, അതിൽ നിന്ന് സ്പേംസ് എന്ന് പറയുന്ന സെല്ലും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ എക്സും സ്പേംസും ഫെർട്ടിലൈസ് എന്ന് പറയുന്നത് രണ്ടും കൂടി ചേർന്നിട്ടാണ് സൈഗോട്ട് എന്ന് പറയുന്ന ഒരു സിംഗിൾ സെല്ല് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ. ഈ ഒരു ആക്ടിവിറ്റിയാണ് റീപ്രൊഡക്ഷൻ. അപ്പോൾ ഇതിലെ ഓരോ സ്റ്റെപ്പ് നമ്മൾ ഇങ്ങനെ ഓവറി ഉണ്ടാവുന്നു, ഓവറിൽ നിന്ന് ഓർഗൻസ് ഓരോരോ എക്സ്, സ്പേംസ് ഇതൊക്കെ ഫോം ചെയ്യുന്നതും അതെങ്ങനെയാണ് കൂടിച്ചേരുന്നത്, എങ്ങനെയാണ് സൈഗോട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഫീമെയിൽസും മെയിൽസും ഇൻവോൾവ് ആയി അതിൽ നിന്നൊരു സൈഗോട്ട് ഫോം ചെയ്യുന്ന സ്റ്റെപ്പ് ഇതാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള എന്തൊക്കെ സ്റ്റെപ്സുകളുണ്ട്, എന്തൊക്കെ ഇവൻറ്റുകളാണ് ഇതിൻ്റെ ഇടയിൽ നടക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് ഇൻ ഹ്യൂമൻസ് എന്ന് പറയുന്ന സെക്ഷനിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താണ്, ഗെമറ്റോജെനസിസ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതെന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നൊക്കെ നോക്കാം. സോ ഫസ്റ്റ് വൺ ഗെമറ്റോജെനസിസ്. ഇതെന്ന് പറഞ്ഞാൽ ഗെമറ്റ് ഫോം ചെയ്യുന്നതാണ് ഗെമറ്റോജെനസിസ് എന്ന് പറയുന്ന ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് ഗെമറ്റോജെനസിസ് ഇസ് ദ പ്രൊഡക്ഷൻ ഓഫ് സ്പേംസ് ഇൻ മെയിൽ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഓവംസ് ഇൻ ഫീമെയിൽ. അതായത് പുരുഷന്മാരിലെ സ്പേംസും അതുപോലെ തന്നെ വുമൻസിൽ ഇതുപോലെ ഓവംസും പ്രൊഡ്യൂസ് ചെയ്യുക. ഈ പ്രൊഡ്യൂസ് ചെയ്ത സ്റ്റെപ്പാണ് ഗെമറ്റോജെനസിസ്. അപ്പോൾ ഗെമറ്റോജെനസിസിൽ ഗെമേറ്റ് ഫോം ചെയ്യുന്നതാണ് ഏതൊക്കെയാണ്, സ്പേമും ഓവംസും. അപ്പോൾ മെയിലാണെങ്കിൽ സ്പേമാണ് അവിടുത്തെ ഗെമേറ്റ്സ് എന്ന് പറയുന്നത്, ഫീമെയിൽ ആണെങ്കിൽ ഓവമാണ് അവിടുത്തെ ഗെമേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗെമേറ്റ്സ് ഫോം ചെയ്യുക, ഇതാണ് ഗെമറ്റോജെനസിസ്. സിംപിളി നമുക്ക് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗെമേറ്റ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, പ്രൊഡക്ഷൻ ഓഫ് സ്പേംസ് ഇൻ മെയിൽ, പ്രൊഡക്ഷൻ ഓഫ് ഓവംസ് ഇൻ ഫീമെയിൽ. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുക, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് ഗെമറ്റോജെനസിസ് എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് ഇൻസെമിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ട്രാൻസ്ഫർ ഓഫ് സ്പേംസ് ഇൻ ടു ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട്. അതായത് ഇതുപോലെ മെയിൽസിൻ്റെ സ്പേംസ് ഇതുപോലെ ഫീമെയിലോട്ട് ട്രാൻസ്ഫർ ആവുക. ഈ ഒരു സ്റ്റെപ്പാണ് ഇൻസെമിനേഷൻ. ഇതൊരു സെക്ഷൽ ആക്ടിവിറ്റിയാണ്. ആ ഒരു സെക്ഷൽ ആക്ടിവിറ്റി വഴി സ്പേംസ് ട്രാൻസ്ഫർ ചെയ്യുക, ഫീമെയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സാണ് ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ഓക്കെ, അപ്പോൾ 2 സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു, ഫോർമേഷനും ട്രാൻസ്ഫറിങ്ങും കഴിഞ്ഞു. ദെൻ തേർഡ് സ്റ്റെപ്പാണ് ഫെർട്ടിലൈസേഷൻ. നമ്മളിവിടെ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞു ഫെർട്ടിലൈസ് ചെയ്തിട്ട് സിംഗിൾ സെല്ല് ഫോം ചെയ്യും. സോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂഷൻ ഓഫ് മെയിൽസ് ആൻഡ് ഫീമെയിൽ ഗെമേറ്റ്. ഈ മെയിൽ ഗെമേറ്റും ഫീമെയിൽ ഗെമേറ്റും ഫ്യൂഷൻ, അപ്പോൾ രണ്ടും ഇപ്പോൾ ട്രാൻസ്ഫർ ആയി. ആ 2 ഗെമേറ്റ്, സ്പേം ആയാലും ഓവംസ്, എഗ്സ് ആയാലും ഇതൊക്കെ എന്താണ്? ഫ്യൂഷൻ സംഭവിക്കുക, രണ്ടും കൂടി ചേരുക. ഇതാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗെമേറ്റ് ആണ് ഫെർട്ടിലൈസേഷൻ. അത് ഫ്യൂസ് ചെയ്തിട്ടാണ് നമുക്ക് സൈഗോട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്, ഫെർട്ടിലൈസേഷൻ. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. ഇതായി നമ്മൾ ആ ഒരു പ്രൊസീജിയർ, അതായത് ഈ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ ഇതുപോലെ എഴുതുമ്പോൾ അതിൽ വന്നിട്ടില്ല, പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് അവിടെ ഇടയിൽ നടക്കുന്നുണ്ട്. അതാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ബ്ലാസ്റ്റോസൈറ്റ്സ്. ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്കിപ്പോൾ ഗെമേറ്റ്സ് എല്ലാം കൂടി ചേർന്ന് ഫ്യൂഷൻ ചെയ്ത് സൈഗോട്ട് കിട്ടിയല്ലേ. ഈ സൈഗോട്ട് ചെറിയ കുറേ പാർട്സ് ആക്കി ഇങ്ങനെ ഡിവൈഡ് ആവുന്നുണ്ട്. കുറേ ഡിവൈഡ് ചെയ്ത് ഒരു സിംഗിൾ സെല്ലായിട്ട് മാറും. അതാണ് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സൈഗോട്ട് കുറേ ഡിവൈഡ് ചെയ്ത് ബ്ലാസ്റ്റോസിസ്റ്റ് ഫോം ചെയ്യുന്നതാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട്, നമ്മളിവിടെ പറഞ്ഞപ്പോൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് ഇംപ്ലാന്റേഷൻ ആയിരുന്നു. ഇവിടെ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഇംപ്ലാന്റേഷന് മുമ്പ് ഈ ചെറിയൊരു സ്റ്റെപ്പ് അവിടെ നടക്കുന്നുണ്ട്. എന്താണ്? ഡെവലപ്മെൻറ്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണ്? സൈഗോട്ട് ഡിവൈഡ് ചെയ്യുക, അതാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സിംഗിൾ സെല്ല് അവിടെ ഫോം ചെയ്യുന്നു. സോ നമ്മൾ 4 സ്റ്റെപ്പാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അത് കഴിഞ്ഞ് 5ാമത്തെ സ്റ്റെപ്പാണ് ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കിപ്പോൾ ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് കിട്ടിയല്ലോ, ആ ബ്ലാസ്റ്റോസിസ്റ്റ് ഇതുപോലെ യൂട്രസിൽ അറ്റാച്ച് ആവുക, ഇതാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അറ്റാച്ച്മെൻറ്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് ആണ്, അതായത് ആ വോളുകളിൽ ഇതുപോലെ ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ച് ചെയ്യുക, ഈ ഒരു പ്രോസസ്സാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്? ഒരു സെക്ഷൽ ആക്ടിവിറ്റി ആണ്. ഇതിൽ വരുന്ന 5ാമത്തെ സ്റ്റെപ്പാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ. സോ ഈ ഒരു ഡിവൈഡ് ചെയ്ത് നമുക്കൊരൊറ്റ സിംഗിൾ ബ്ലാസ്റ്റോസിസ്റ്റ് നമുക്ക് കിട്ടി. ആ ബ്ലാസ്റ്റോസിസ്റ്റ് ഇതുപോലെ അതിൻ്റെ വോളുകളിൽ, അതായത് യൂട്രസിൻ്റെ ഒക്കെ വോളുകളിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കും. ആ ഒരു അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സാണ് ഇംപ്ലാന്റേഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഗെസ്റ്റേഷൻ എന്ന് പറയുന്ന അടുത്ത സ്റ്റെപ്പ്. ഇതെന്താണ്? എംബ്രയോ ഫോം ചെയ്തപോലെ അതായത് കുട്ടി ഉണ്ടായിട്ട് അതുപോലെ ചെറിയ ഓരോരോ ഭാഗങ്ങൾ, കൈകൾ, കാലുകളൊക്കെ വളരുക. അങ്ങനെ ഏകദേശം ഒരു 9 മാസത്തെ ഈ ഒരു പീരീഡാണ് ഗെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രയോ, ഇതുപോലെ എംബ്രയോ ഡെവലപ്പ് അതിൻ്റെ ഗ്രോത്ത് ആണ്. അതിനൊരു പീരീഡ് നമുക്ക് ആവശ്യമാണ്. ഏകദേശം 9 മാസമാണ് നമ്മൾ ഗെസ്റ്റേഷന് വേണ്ടി പറയുന്നത്. ആ ഒരു പീരീഡ് ഇതുപോലെ ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നതുപോലെ ഓരോ കുട്ടിയുടെ കൈ വളരുന്നു, കാല് വളരുന്നു, അങ്ങനെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ വളർന്ന ഗ്രോത്ത്, ആ ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രയോനാണ് നമ്മൾ ഗെസ്റ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താണ്? ഇപ്പോൾ നമുക്ക് ഫുൾ ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഡെലിവറിയാണ്. അതാണ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. പാർട്ടുറിഷൻ എന്ന് പറയുന്നത് ഡെലിവറി ഓഫ് ദ ബേബി, ആ ബേബിയുടെ ഡെലിവറി, അതായത് പൂർണ്ണ വളർച്ചയെത്തിയ ആ ഒരു കുഞ്ഞിൻ്റെ ഡെലിവറി, അതാണ് പാർട്ടുറിഷൻ. അപ്പോൾ ഇത്രയും സ്റ്റെപ്പിലൂടെയാണ് നമ്മളെ ഓരോരുത്തരും ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ നടക്കുന്ന ആ ഒരു പ്രോസസ്സിൽ നടക്കുന്ന മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പുകളും. ഗെമറ്റോജെനസിസ്, ഇൻസെമിനേഷൻ, ഫെർട്ടിലൈസേഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്, ഇംപ്ലാന്റേഷൻ, ഗെസ്റ്റേഷൻ ആൻഡ് പാർട്ടുറിഷൻ. പാർട്ടുറിഷൻ എന്നൊക്കെ പറഞ്ഞാൽ സിംപ്ലി ഡെലിവറിയാണ്, ഡെലിവറി ഓഫ് ദി ബേബി. ഓക്കെ, അപ്പോൾ അതിനൊക്കെ പറയുന്ന ഓരോ ടേംസുകളാണിത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കൊന്ന് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, ഈ വാക്കുകൾ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ചെറിയ ഷോർട്ടായിട്ട് പഠിച്ചാൽ മതി. കുറേ എസ്സേ പോലെ നിങ്ങൾക്ക് പഠിക്കാനില്ല. കാരണം സുവോളജി ബോട്ടണിയൊക്കെ എന്തായാലും ഈ പാഠത്തിൽ നിന്നൊരു നമ്മൾ നോക്കിയിടത്തോളം ഒരു മിനിമം ഒരു 3 മാർക്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇതുപോലെ ഭാഗങ്ങൾ, അതായത് ഫീമെയിൽസിൻ്റെ മെയിൽസിൻ്റെ ഒക്കെ ഹ്യൂമൻ, അതായത് റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ കുറിച്ചും ആ ഭാഗങ്ങൾ, അതിൻ്റെ ഫിഗറുകൾ, അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാനും അതിനൊക്കെയാണ് കൂടുതലും ചോദിക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സെക്ഷൻ അതാണ്, അതായത് മെയിൽസിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഫിഗർ, അതിൽ ഓരോരോ ഭാഗങ്ങൾ പറയുന്ന പേര്, അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും ഓരോ ഭാഗങ്ങളെ നോക്കുക, ഏതൊക്കെ ഭാഗങ്ങളാണ് അതിൽ ഫിഗർ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അതാണ് ഈ പാഠത്തിൽ വരുന്ന അടുത്തൊരു സെക്ഷൻ, അത് നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് റീപ്രൊഡക്റ്റീവ് ഇവൻറ്റുകൾ, ഇതൊക്കെയാണ് മെയിനായിട്ട്. ഓക്കെ, സോ നിങ്ങൾ ഈ ക്ലാസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കൂ. അതായത്
നമ്മൾ ഇതുവരെ സുവോളജിയുടെ ഇതുപോലെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങളിത് എങ്ങനെയുണ്ടെന്ന് പറയൂ, കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതുപോലെ ഏതെങ്കിലും പാർട്ടുകൾ ഏതെങ്കിലുമൊക്കെ സെക്ഷൻ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ വീഡിയോസ് ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഓരോ പാർട്ടായിട്ട് ഇടുന്നില്ല. നിങ്ങൾക്ക് റിക്വസ്റ്റ് വരുന്ന പ്രകാരം നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻസ് ഡൗട്ട് ഉണ്ട്, അടുത്ത പാർട്ട് വേണം എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഇതിൻ്റെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇടാം. ഓക്കെ, സോ ബാക്കി നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ പഠിക്കാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ ഒന്നും അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക, നമ്മൾ എല്ലാത്തിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി ഡെറിവേഷൻസും ചെയ്ത് പഠിക്കാനുള്ള സ്റ്റെപ്പുകളൊക്കെയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ, സ്റ്റെപ്പുകളും ഓരോ ഓർഗൻസിൻ്റെ പേരുകളൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കമൻറ്റ്സ് എല്ലാവരും നമ്മൾ വായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.